കോന്നി തവളപ്പാറ സെന്റ് തോമസ് കോളേജിന് സമീപം ജനവാസ മേഖലയിൽ കാട്ടാനയെത്തി. വീടുകൾക്ക് സമീപം ഇറങ്ങിയ കാട്ടാന കൃഷി നശിപ്പിച്ചു. സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം. കുങ്കിയാന കോന്നി സുന്ദരനെ ജില്ലയിൽ തിരികെ എത്തിക്കണം എന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം സന്തോഷ് ആവശ്യപ്പെട്ടു. കയ്യാല ഇടിച്ചു, റബ്ബർ, അതുപോലെ തന്നെ കമുക്, തെങ്ങ്, വാഴ എല്ലാം ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ജീവിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കുകയാണ്. കാട്ടിലെ മൃഗങ്ങളെല്ലാം ഇപ്പം നാട്ടിലിറങ്ങി ജനജീവിതം ദുരിതത്തിലാണ് ഇവിടെയുള്ള ജനങ്ങളെല്ലാം. കഴിഞ്ഞ രാത്രിയിൽ അവർ വർഷങ്ങളായി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത വിളകളാണ് ആനക്കൂട്ടം എത്തി നശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായ ഉദാസീനത ഇനി അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. കോന്നി തവളപ്പാറ സെന്റ് തോമസ് കോളേജിന് സമീപത്താണ് ജനവാസ മേഖലയിൽ കാട്ടാന എത്തിയത്. വീടുകൾക്ക് സമീപത്തേക്ക് കാട്ടാന എത്തുകയായിരുന്നു. വ്യാപകമായി കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. അവിടെ വാഴ കൃഷിയാണ് ആന കൂടുതലായി നശിപ്പിച്ചത്. സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധിച്ചു. ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, എന്തൊക്കെയാണ് നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ? ഉന്മേഷ, പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലകളിൽ വന്യമൃഗശല്യം അതിരൂക്ഷമാണ്. അത് ഓരോ ദിവസവും ഉണ്ടാവാറുണ്ട്. ഏത് ദിവസമാണ് വന്യമൃഗശല്യം ഇല്ലാത്തത് എന്നുള്ള കാര്യമാണ് പരിശോധിക്കപ്പെടേണ്ടത്. എന്തായാലും ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് ഈ പറയുന്ന കോന്നി തവളപ്പാറ സെന്റ് തോമസ് കോളേജിന് സമീപമുള്ള ജനവാസ മേഖലയിലേക്ക് ഇന്നലെയും ഇന്നും രാവിലെയും ഒക്കെ ആയിട്ട് കാട്ടാന എത്തി വ്യാപകമായിട്ട് കൃഷി നശിപ്പിച്ചത്. തവളപ്പാറ സ്വദേശികളായിട്ടുള്ള ജോർജ് കുട്ടി, തോമസ്, പാപ്പച്ചൻ തുടങ്ങിയ ആളുകളിലേക്ക് കൃഷി വ്യാപകമായിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിനകത്തൊരു ശാശ്വതമായുള്ള പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധമൊക്കെ അവിടെ സംഘടിപ്പിച്ചിരുന്നു. ഉത്തര കുമരംപേരൂർ, അതുപോലെ തന്നെ ഞള്ളൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ ഡിവിഷനിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ വരികയും ചെയ്തിരുന്നു. ഇവർക്കെന്തായാലും നാട്ടുകാരുടെ ഒരു പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. കാരണം വനം വകുപ്പ് കൃത്യമായിട്ട് ഇടപെടൽ നടത്താം എന്നുള്ള ഉറപ്പൊക്കെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ട്. അതേ തുടർന്നുകൊണ്ട് പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഒരു ആവശ്യമുയരുന്നത്. പത്തനംതിട്ട ജില്ലയുടെ കോന്നി സുരേന്ദ്രൻ എന്ന് പറയുന്ന കുങ്കിയാനനെ തിരികെ ജില്ലയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആവശ്യമൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഉന്നയിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള സന്തോഷാണ് ഇക്കാര്യം ഉന്നയിച്ചിരിക്കുന്നത്. കുങ്കിയാനയായിട്ടുള്ള കോന്നി സുരേന്ദ്രനെ ജില്ലയിലേക്ക് ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് ഈ വരുന്ന കാട്ടാനകളെ തുരത്താൻ വേണ്ട ക്രമീകരണം വനം വകുപ്പ് ചെയ്യണം എന്നുള്ള ആവശ്യമൊക്കെ കോൺഗ്രസ് തന്നെ ഉന്നയിക്കുകയാണ്. നാളെ ഇപ്പോൾ കോന്നി DFO ഓഫീസിലേക്ക് CPM-ന്റെ ഒരു പ്രതിഷേധ മാർച്ചുണ്ട്. വ്യാപകമായിട്ട് വന്യമൃഗശല്യത്തിനെതിരെ ജില്ലയിൽ പ്രതിഷേധമുയരുന്നുണ്ട്. അതിനിടയിലാണ് വന്യമൃഗശല്യം തുടർച്ചയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.